ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ജാമിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുന്തിരി വെച്ചിട്ടുള്ള ഒരു ജാം. നമ്മൾ മറ്റേ മുന്തിരി ഷേക്ക് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് മുന്തിരി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ജാം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതും അവർക്ക് ഏറ്റവും ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണിത്. ബ്രെഡിലൊക്കെ തേച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഞാൻ മുന്തിരി നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് മറ്റൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം. നിങ്ങൾ മുന്തിരി മിക്സിയിൽ നിന്ന് അടിക്കുന്ന സമയത്ത് അതിൻ്റെ കുരു കളഞ്ഞിട്ട് അടിക്കുവാണെങ്കിൽ നമുക്ക് ജാം ഉണ്ടാക്കുമ്പം അതിൻ്റെ കുരുക്കളൊന്നും, അതായത് ചെറിയ ചെറിയ തരികായിട്ടൊന്നും ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മുന്തിരി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ജാം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് ഒരു മീഡിയം ലോ ഫ്ലെയിമിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു മുന്തിരിൻ്റെ പൾപ്പ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കൈവെക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഏകദേശം ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരേൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ മുന്തിരി എടുത്തതിൻ്റെ നേർപകുതി ആയിരിക്കും. അതായത് ഒരു 400 ഗ്രാം ആണെങ്കിൽ ഒരു 200 ഗ്രാം ആയിരിക്കും പഞ്ചസാര. ഇനി അതും ഒന്നും കൂടെ തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചെറുനാരങ്ങയുടെ നീരാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണോളാണ് ചേർക്കുന്നത്. ഒരുപാട് ചേർക്കേണ്ട, ഭയങ്കര പുളിപ്പുണ്ടാവും. അപ്പോൾ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. കുരു കളഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കത്തില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം നമ്മളെ മുന്തിരിൻ്റെ ജാം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലിങ്ങനെ ഉറ്റിച്ച് വെക്കുക. അപ്പോൾ അതിങ്ങനെ ഡിസോൾവ് ആയി പോകുന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടില്ല. വീണ്ടും നമ്മൾ കുറച്ച് സമയം കൂടെ ഇങ്ങനെ കൈവെക്കാണ്ട് ഇളക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇത് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. ഏകദേശം ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീണ്ടും ഞാനിത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടില്ല. അപ്പം കുറച്ച് സമയം കൂടെ ഇതൊന്ന് കുറുക്കിയെടുക്കാനുണ്ട്. അപ്പം നമ്മുടെ ജാം ഏകദേശം ഇവിടെ സെറ്റായി വരുന്നുണ്ട്. നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പം തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ് റെഡി ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇതാ നമ്മുടെ ജാം ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ഇതൊന്ന് ഫ്ലെയിമിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു ഫോമിലായിട്ടുണ്ട്. അപ്പം നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക. അപ്പം നമ്മളെ ജാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ജാമിൻ്റെ റെസിപ്പിയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് എന്തൊക്കെ പ്രിസർവേറ്റീവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉള്ളത്, കളറൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് അറിയത്തില്ല. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തും ഒരു ടെൻഷനും ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. പിന്നെ ഞങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വരുത്. വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.